പരിശുദ്ധ എവുപ്രാസ്യമ്മയെ പരിശുദ്ധ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന. കാലത്ത് 4 മണി തുടങ്ങി 1-ാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് നിന്റെയും മറ്റുള്ളവരുടെയും പേരിൽ അവിടുത്തെ ആരാധിക്കുക, എളിമ എന്ന പുണ്യം അപേക്ഷിക്കുക. 6 മണി തുടങ്ങി 2-ാം വൃന്ദം മാലാഖമാരോട് കൂടെ ചേർന്ന് നിന്റെയും മറ്റുള്ളവരുടെയും പേരിൽ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യണം, ദൈവസ്നേഹം അപേക്ഷിക്കുക. 8 മണി തുടങ്ങി 3-ാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് നിന്നെയും സകലരെയും ദൈവത്തിന് കാഴ്ചവെക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം, ശുദ്ധത എന്ന പുണ്യം അപേക്ഷിക്കുക. 10 മണി തുടങ്ങി 4-ാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് നിനക്കും പാപികൾക്കും ശുദ്ധീകരണ ആത്മാക്കൾക്കും മരണാസന്നർക്കും വേണ്ടി അപേക്ഷിക്കണം, ദൈവേഷ്ടപ്രസാദം അപേക്ഷിക്കുക. 12 മണി തുടങ്ങി 5-ാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് നിന്റെയും നന്ദികെട്ട മനുഷ്യവർഗത്തിൻ്റെയും പേരിൽ അവിടുത്തെ തിരുരക്തം കാഴ്ചവെച്ച് പരിഹാരം ചെയ്യണം, നിലനിൽപ്പ് അപേക്ഷിക്കുക. ഉച്ച കഴിഞ്ഞ് 2 മണി തുടങ്ങി 6-ാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് തിരുസഭയുടെ വളർച്ചയ്ക്കു വേണ്ടി അപേക്ഷിക്കണം, നിന്റെ പരീക്ഷണങ്ങളിൽ ജയം പ്രാപിക്കാൻ വേണ്ടി അപേക്ഷിക്കണം. 4 മണി തുടങ്ങി 7-ാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് പരിശുദ്ധ മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വൈദികർക്കും വേണ്ടി അപേക്ഷിക്കണം. 6 മണി തുടങ്ങി 8-ാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് എൻ്റെ ദിവ്യകുമാരൻ്റെ മനുഷ്യാവതാരം, പിറവി, മരണം, ഉയിർപ്പ്, അമ്മയുടെ അമലോത്ഭവം എന്നീ ദിവ്യരഹസ്യങ്ങളെ വാഴ്ത്തി നിന്റെയും സകല മനുഷ്യരുടെയും പേരിൽ സ്തുതിക്കണം. ഈ ദിവ്യരഹസ്യങ്ങൾ സകല മനുഷ്യരും അറിഞ്ഞു വിശ്വസിക്കാൻ അപേക്ഷിക്കണം. പിതാവേ, ഇതിൽ അമലോത്ഭവം എന്നത് ഞാൻ ചേർത്തതാകുന്നു, അത് വേണമെങ്കിൽ എടുത്താൽ മതി. 8 മണി തുടങ്ങി 9-ാം വൃന്ദം മാലാഖമാരോട് ചേർന്ന് കർമ്മലിത്ത സഭയുടെയും മറ്റെല്ലാ സഭയുടെയും പുണ്യവർദ്ധനയ്ക്കും അവസാനം വരെയുള്ള നിലനിൽപ്പിനും വേണ്ടി അപേക്ഷിക്കണം. കർമ്മലിത്ത സഭയിൽ നീ കൂടുകയും ചെയ്യും എന്ന് പറഞ്ഞു.